حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله الرحمن علم القرآن خلق الإنسان علمه البيان الشمس والقمر بحسبان والنجم والشجر يسجدان والسماء رفعها ووضع الميزان ألا تطغوا في الميزان وأقيموا الوزن بالقسط ولا تخسروا الميزان والأرض وضعها للأنام فيها فاكهة والنخل ذات الأكمام. എൻ്റെ കൂടെയുള്ള നിങ്ങളൊരു ബാങ്ക് കേട്ടില്ലേ? വളരെ സുന്ദരമായിട്ടുള്ള ഹൃദയത്തിൽ തട്ടുന്ന ശ്രവണസുന്ദരമായിട്ടുള്ള ഒരു ആലാപനത്തിലൂടെ നമ്മളെ പേരെന്താ? സാബിത്ത്. നിറക്കണ്ണുകളോടെയെല്ലാം നമുക്കിത് കേൾക്കാൻ പറ്റിയിട്ടുണ്ടാൽ ചിലപ്പോൾ ചിലരുടെയെങ്കിലും ഈ ബാങ്ക് കേട്ടിട്ടുള്ള ആളുകളുടെ, എന്നാൽ അതിലും സുന്ദരമായിട്ടുള്ള ഒരു വാർത്ത നിങ്ങളെ അറിയിക്കാനുണ്ട്. നമ്മളെ സാബിത്ത് 2 വർഷമായിട്ടുള്ളൂ നമ്മളെ ഇസ്ലാമിലേക്ക് വന്നിട്ട്. ഇത്രയും ഇത് ഉസ്താദുമാരെ ഞാൻ ആദ്യം തന്നെ എൻ്റെ സ്നേഹവും കടപ്പാടൊക്കെ അറിയിക്കുകയാണ്. ഇത് പഠിപ്പിച്ചെടുത്ത് അല്ലെങ്കിൽ തജ്വീദ് ഇത്രത്തോളം ഈ അക്ഷരസ്ഫുടതയൊക്കെ പഠിപ്പിച്ചെടുത്തിട്ട് ഈ ഒരു ഉച്ചാരണ ശൈലിയിൽ ബാങ്ക് കൊടുക്കാൻ പഠിപ്പിച്ചിട്ടുള്ള അല്ലേ? ബാങ്ക് കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് ആയിഷ മസ്ജിദിൻ്റെ ഒരു ബാങ്ക് ഉണ്ട്. അതുപോലെ തന്നെ പലർക്കും നമുക്ക് ഈ ബാങ്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഓടിയെത്തുന്നത് നമ്മളൊക്കെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ബിലാൽ അവനാണ്. അപ്പോൾ ആ ഒരു ഇതൊക്കെ ജസ്റ്റ് ഓർമ്മപ്പെടുത്തിയെന്നുള്ളൂ. സാബിത്ത്, എന്തൊക്കെ വിശേഷങ്ങൾ? സുഖമാണ്. എത്രാമത്തെ വർഷമാണ് ഇവിടെ? 1 വർഷമായിട്ടുള്ളൂ ഇവിടെ അല്ലേ? ആ ഹലോ, അസ്സലാമു അലൈക്കും. ഫ്രണ്ട്സ്, ബുള്ളറ്റുമാനുമാണ്. ഒളവട്ടൂർ ഗ്രാൻഡ് ജുമാ മസ്ജിദിലാണുള്ളത്. ഒരുപാട് മുത്തുമണികളല്ലേ, ഒരുപാട് മാതാപിതാക്കളുടെ മുത്തുമണികളായിട്ടുള്ള കുട്ടികളാണുള്ളത്. ഹാഫിളാവാൻ വേണ്ടി പഠിക്കുകയാണ്. 3 ആൾ ഹാഫിളാണല്ലേ? ആരൊക്കെ ഹാഫിൾ? എവിടെ? ആ, പേരെന്താ? ഫഹീം. പിന്നെ ഇങ്ങോട്ട് വരി. എന്താണ്? സയ്യിദ്. എവിടെ സ്ഥലം? എവിടെ? ചീക്കോട്. പിന്നെ ആരാ? ഒരാളും കൂടി ബാക്കിൽ. പേരെന്താ? മുഹമ്മദ്. മാതാപിതാക്കൾക്ക് ഒരുപാട് ദീർഘായുസും എന്താ പറയുക പൂർണ്ണാരോഗ്യവും പിന്നെ സ്വർഗത്തിലേക്ക് ഇടം കൊടുക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായിട്ട് തുടക്കമായി പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ മക്കൾക്ക് അതുപോലെ ദീർഘായുസും ഇതുപോലെ തന്നെ ഖുർആൻ പഠിച്ചിട്ട് മുന്നോട്ട് പോകാനുള്ള പിന്നെ എല്ലാവിധ ഐശ്വര്യവും പ്രദാനം ചെയ്യട്ടെ, റബ്ബിൻ്റെ കാവലുണ്ടാവട്ടെ എന്നുള്ളത് ആദ്യം പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങുക. പിന്നെ നമ്മളെ ഒരു ഖുർആൻ കേട്ടുങ്ങൾ പിന്നെ അർ-റഹ്മാൻ, അതിൻ്റെ പേരെന്താ? നിജാദ്. എന്താ ഒരു ഉഷാറില്ലാത്ത? എവിടെ വീട്? എവിടെ? തോണിക്കൽപ്പാറ. ഒരുപാട് മതഗാനങ്ങളൊക്കെ പാടാറുണ്ടാവില്ലേ നബിദിന പരിപാടിക്കൊക്കെ? ഇവരൊക്കെ ആശ്ചര്യപ്പെട്ട് നിൽക്കുകയാണ്. സത്യത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരാൾ വീഡിയോ എടുക്കാൻ വരുന്നതില്ലേ? മോൻ്റെ നോട്ടം കണ്ടാൽ തന്നെ എന്തൊക്കെ വേജാറുണ്ട്. പേരെന്താ? ആര്?
സൗണ്ട് വരെ പോയിന് എന്നെ കണ്ടപ്പോൾ. പിന്നെ നിങ്ങളൊക്കെ എല്ലാവരും പേര് പറ്റിയ എല്ലാവരും ഈ നാട്ടിലല്ലോ തന്നെയാണോ? ആ, സ്വർഗത്തിലെ മാലാഖ കുട്ടികളാട്ടോ. ആരൊക്കെയാണോ ഇത് കാണുന്ന രക്ഷിതാക്കൾ അവരോടൊക്കെ അകമഴിഞ്ഞ കടപ്പാട് അറിയിക്കുകയാണ്. കാരണം നിങ്ങൾ ഈ മക്കളൊക്കെ ഇതിനെ പറഞ്ഞയച്ചല്ലോ, ഈ ഒരു പിന്നെ വഴി തിരഞ്ഞെടുത്തല്ലോ എന്നുള്ള നിലക്ക്. അപ്പോൾ നിങ്ങളൊക്കെ ഖുർആൻ പഠി എവിടെയൊക്കെ എത്തി? ആര്? ആഫിലല്ലേ? അടുത്ത ആഫിലാവും അല്ലേ? മാഷാ അല്ലാ, മബ്രൂക്ക്. 8 പേജും കൂടി ബാക്കിയുള്ളൂ അല്ലേ? ഈ ഒരു സൗണ്ട് എന്താ പറയുക, ഓൻ്റെ ജീവിതാവസാനം വരെ നിലനിർത്തി കൊടുക്കട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ഈ നിങ്ങൾ കേൾക്കുന്ന ആളുകൾ ഈ മക്കളൊക്കെ കാണുമ്പോഴേ നമ്മളൊക്കെ മനസ്സെന്നറിയുന്നുണ്ടാവും. വെള്ള വസ്ത്രത്തിൽ ഈ ഒരു തുപ്പിയൊക്കെ ഇട്ടിട്ട് ഖുർആൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഈ ഇപ്പോൾ പള്ളിൻ്റെ ഓരങ്ങളിൽ വന്നിട്ട് പള്ളിൻ്റെ ഉള്ളിൽ വന്നിട്ടൊക്കെ ഇരിക്കണ എന്താ പറയുക. മഗ്‌രിബിൻ്റെ ഏതൊക്കെ സമയത്തെ ക്ലാസ് ഉള്ളത്? ആ, പിന്നെ സ്കൂളോ? സ്കൂളില്ല, ചൊവ്വാഴ്ച മാത്രമോ? അത് ഓൺലൈനായിട്ടാ എങ്ങനെ? കോളേജിൽ നിന്ന്. ആ, ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങളൊക്കെ ഇപ്പോൾ എത്ര വലിയ നിങ്ങളൊക്കെ എത്ര ക്ലാസ്സിലെത്തി? 8ാം ക്ലാസ്സിൽ. ഓക്കെ ഓക്കെ ഓക്കെ. ഇൻഷാ അല്ലാഹ് രണ്ടും കൂടി മുന്നോട്ട് പോട്ടെ. സാബിത്തിൻ്റെ സൗണ്ടും കാര്യങ്ങളും ഇവിടെ മഗ്‌രിബിനും ഈ പള്ളിയിലല്ലേ എല്ലാ ബാങ്കും ചെയ്യാൻ കൊടുക്കുന്നത്. ആ, പിന്നെ ഇമാമത്ത് നിജാദ് പേര് മറക്കാണ്. ഇമാമായിട്ട് നിൽക്കലുണ്ടല്ലേ നിസ്കാരത്തിന്? എന്തൊരു മടി പറയാൻ. അതൊക്കെ ഒരു അഭിമാനമല്ലേ. നിങ്ങൾ ചെറിയ മക്കൾ എത്ര വയസ്സായി ഇപ്പോൾ? 13 വയസ്സോ? 14. നിനക്കോ? 11 വയസ്സ് അല്ലേ? അതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ആരെ പാട്ട് പാടണോ അറിയേണ്ടതിൽ? നല്ല മദ്ഹ് പാട്ടുകൾ. സാബിത്തൊരു പാട്ട് പാടി കൊടുക്കുമോ? റസൂലേ പൂങ്കവിളിൽ ഒരു മുത്തം തന്നോട്ടെ, ഞാനൊരു മുത്തം തന്നോട്ടെ. മുത്തിമണത്ത പൂങ്കരളിൽ ഒന്നോടി നടന്നോട്ടെ, ഞാനൊന്നോടി നടന്നോട്ടെ. റസൂലേ പൂങ്കവിളിൽ ഒരു മുത്തം തന്നോട്ടെ, ഞാനൊരു മുത്തം തന്നോട്ടെ. ശീലുകൾ ഞാനും പാടട്ടെ, അവിടെ ഞാനും പാടട്ടെ. മുത്ത് റസൂലേ പൂങ്കവിളിൽ ഒരു മുത്തം തന്നോട്ടെ, ഞാനൊരു മുത്തം തന്നോട്ടെ. മുത്തിമണത്ത പൂങ്കരളിൽ ഒന്നോടി നടന്നോട്ടെ, ഞാനൊന്നോടി നടന്നോട്ടെ. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ മാഷാ അല്ലാഹ്. മക്കൾ എല്ലാവരും സാബിത്താണെങ്കിലും നിജാദ് പേര് വർക്കാണ്. വളരെ മനോഹരമായിട്ട് പാട്ടാണെങ്കിലും ഖിറാഅത്താണെങ്കിലും ബാങ്കാണെങ്കിലും വളരെ മധുരസുന്ദരമായിട്ടുള്ള ആലാപനം ഒക്കെയാണ്. എന്താ പറയുക, മാഷാ അല്ലാഹ്. നിങ്ങളൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. മക്കൾ നല്ല രീതിയിൽ എല്ലാവരും വളർന്ന് നല്ലൊരു ഹാഫിലൊക്കെ ആയി മാറട്ടെ. ദുനിയാവിനും ആഖിറത്തിനും ഗുണകരമായിട്ടുള്ള മക്കളായി മാറട്ടെ. സമൂഹത്തിനും നമ്മുടെ നാടിനും അല്ലേ എല്ലാവരും വളരെ ആത്മാർത്ഥതയോട് കൂടിയല്ലേ പഠിക്കണത്? മടിയൊന്നുമില്ല എല്ലാവർക്കും? ഇല്ലല്ലോ? സെറ്റാണ് അല്ലേ? അൽഹംദുലില്ലാ. എത്ര മണിക്കാണ് രാവിലെ എണീക്കേണ്ടി? 5 മണിക്കോ? 4 മണിക്ക് എടുക്കും. രാത്രി കിടക്കലോ? 9:15 9:45 ഉറങ്ങും ഫുഡൊക്കെ കഴിച്ചിട്ട് അല്ലേ? നിങ്ങളെ സ്കൂളിൻ്റെ കോളേജിൻ്റെ പേരെന്ന് പറഞ്ഞിട്ടാണ്? നുസ്രത്തുൽ ഇസ്ലാം ഹിഫ്ദുൽ കോളേജ്. എവിടെ? ഒളവട്ടൂർ. ഒരുപാട് എല്ലാവരും കേട്ട നാടാണ് ഒളവട്ടൂർ. ഒരുപാട് കാലങ്ങൾ മുമ്പ് തന്നെ നമ്മളൊക്കെ ചെറുപ്പത്തിലും കേൾക്കുന്ന നാടാണ്. ഇന്ന് വളരെ പുരോഗതിയുടെ എന്താ പറയുക
വളരെ പ്രകൃതി ഭംഗിയും എല്ലാം കൊണ്ടും നിറഞ്ഞു നിൽക്കുന്ന ഒരു നാടാണ് ഈ ഒരു പള്ളിൻ്റെ മനോഹരമായ പള്ളിൻ്റെ ഓരത്ത് ഈ മക്കളെ നിർത്തിയിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റി, ഇവരെ ഓത്ത് കേൾക്കാൻ പറ്റി. അപ്പോൾ പേരെന്ന് പറഞ്ഞോട്ട് ഒന്നുകൂടി? സാബിത്ത്. ആൽബങ്ങളിലൊക്കെ പാടിയിട്ടുണ്ട്, ഒരുപാട് ആൽബങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? ആൽബങ്ങളൊക്കെ പാടിയിട്ടുണ്ട്. ഇനിയും നമുക്ക് ബാങ്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് മാഷാ അല്ലാഹ് ദീനുൽ ഇസ്ലാമിൻ്റെ പാതയിലും സഞ്ചരിക്കാൻ സാധിക്കട്ടെ. ഓക്കെ, എല്ലാവരും ഒന്ന് അസ്സലാമു അലൈക്കും എന്നാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഹാഫിദിൻ്റെ കുട്ടികളും പഠിക്കുന്നത് നമ്മൾ ഈ സ്കൂളിൽ തന്നെയാണ്, കോളേജിൽ തന്നെയാണോ? അതെ, ഈ കോളേജിൻ്റെ കീഴിലാണ് നമ്മൾ ഇഫ്ലു കോളേജ്. ഈ ഒളവട്ടൂർ എത്തിങ്ങാന എന്നറിയപ്പെടുന്നത് ശരിക്കും അതാണാവല്ലേ? അതെ, എത്തിങ്ങാനൻ്റെ താഴത്തെ ഒളവട്ടൂർ എത്തിങ്ങാന എന്ന് പറഞ്ഞാൽ പിന്നെ അല്ലേ നമ്മളൊക്കെ ചെറുപ്പത്തിലേ കേൾക്കണേ എത്തിങ്ങാൻ. അതായത് അവരെ തായ് ഭാഗത്ത് അതിൻ്റെ ഹോസ്റ്റല് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എത്ര സ്റ്റുഡൻറ്റ് പഠിക്കുന്നുണ്ട്? ഇവിടെ 36 കുട്ടികളാണ് പഠിക്കുന്നത്. ഒരുപാട് കാലം പഴക്കമുള്ളൊരു കോളേജാണ്. 1926 ഇതിൻ്റെ ദർസി സംവിധാനം വന്നിട്ടുണ്ട്, സ്വാതന്ത്ര്യത്തിന് മുന്നേ. അതെ അതെ. അപ്പോൾ ഏകദേശം സംസ്ഥയുടെ ആ ഒരു പാരമ്പര്യം ഈ സ്ഥാപനത്തിനുണ്ട്. 950 സംതിങ്ങിന് അപ്പുറം ഇത് ഒരു സ്ഥാപന സ്ട്രക്ചറിൽ തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ ആസിരി തങ്ങളൊക്കെ അവരൊക്കെ ഈ സ്ഥാപനത്തിന് ഒരുപാട് ഖിദ്മത്ത് ചെയ്ത ആളുകളാണ്. നമ്മളെ പിന്നെ ജാമ്യൻ്റെ കീഴിൽ തന്നെയാണ്. അപ്പോൾ ഇപ്പം ജാമ്യൻ്റെ ജൂനിയർ കോളേജായിട്ടാണ് സ്ഥാപനം നടക്കുന്നത്. പക്ഷെ അന്ന് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഇതുപോലെ ആണെന്നില്ല, ശരിക്കും ഇന്നോവേഷൻ ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ടോട്ടലി ഇപ്പോൾ എത്ര സ്റ്റുഡൻറ്റ് അവിടെ നിൽക്കുന്നത്? ഇവിടെ 36 സ്റ്റുഡൻ്റാണ്, 3 ക്ലാസ്സാണ്. ഇപ്പോൾ 8, 10, +1 അങ്ങനെ 3 ക്ലാസ്സിലായിട്ടാണ് നമ്മളിവിടെ അഡ്മിഷൻ എടുക്കുന്നത്. 7ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളെ, സ്കൂളിൽ 7ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളാണ്. ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ 8 ഭൗതികപരമായി PG വരെ ഈ കുട്ടിയെ കൊടുക്കും. പിന്നെ +1 +2 പിന്നെ ഹ്യൂമാനിറ്റീസും കൊമേഴ്സുമാണ്. അപ്പം സ്വാഭാവികമായിട്ടും BA BCom അവർക്ക് ഡിഗ്രി കിട്ടും. ഈ കുട്ടികൾക്കുള്ള ബേസിക് മാനദണ്ഡം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ആ കുട്ടികളെ നമ്മൾ പിന്നെ അതായത് ജാമ്യൻ്റെ ജൂനിയറിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവും. അതിൽ കുട്ടികൾ പാസ്സായാൽ നമ്മളെ കോളേജിൽ വന്നാൽ ഒരു വൈവേ ഒരു എക്സാം കൂടി കുട്ടികൾക്ക് നടത്തും. അപ്പോൾ ഒരു 1 ഇയറിൽ നമ്മളൊരു 33-40 സീറ്റാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അലോഡ് നമ്മൾ ഏകദേശം ജൂൺ മാസത്തിൻ്റെ ഒരു ഏപ്രിൽ മെയ് ആ സമയത്താണ് അതിൻ്റെ ഇൻ്റർവ്യൂ കാര്യങ്ങൾ നടക്കുക. അതുപോലെ തന്നെ മതവിഷയങ്ങളും. ഇപ്പോൾ നമ്മൾ ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് നുസ്രി എന്നൊരു ബിരുദം കൊടുക്കും. നുസ്രി എന്നൊരു ബിരുദം കുട്ടിയെ കൊടുക്കും. അതുപോലെ ഇപ്പോൾ അവരെ പിന്നെ അതായത് മതപരമായ എല്ലാ കിതാബുകളും ആ കുട്ടിയെ കൊടുക്കും. ഇനി നമ്മൾ അടുത്ത ഇയർ മുതൽ ഹിഫ്ള് കംപ്ലീറ്റ് ആയി. അപ്പോൾ നിങ്ങൾ ഹാഫിളിങ്ങളെ കണ്ടു. അപ്പോൾ ആ ഹിഫ്ള് കംപ്ലീറ്റ് ആയ കുട്ടികൾ, അത് ഈ കോളേജിൽ നിന്ന് ഹിഫ്ള് കംപ്ലീറ്റ് ആയാലും കേരളത്തിലെ ഏത് സ്ഥാപനത്തിൽ നിന്ന് ഹിഫ്ള് കംപ്ലീറ്റ് ആയ കുട്ടികളെയും നമ്മൾ ഇൻ്റർവ്യൂ ചെയ്തിട്ട് നമ്മുടെ സ്ഥാപനത്തിൽ കയറ്റാം. അത് കയറിയാൽ അവർ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹിഫ്ള് രാവിലെ ഇവിടെ ഏകദേശം ഇപ്പോൾ ഒരു 7:15 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് അസംബ്ലി ഉണ്ടാവും, പിന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ മുമ്പേ ആ കുട്ടികൾക്ക് ദൗറ ചെയ്യാനുള്ള ഒരു സംവിധാനം നമ്മൾ ഏർപ്പെടുത്തും. ഒരു ജ്യൂസ് കുട്ടിക്ക് ദൗറ ചെയ്യുക, പിന്നെ മതബോധികം പഠിക്കുക. പിന്നെ നമ്മൾ കോളേജിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ലുഹറിന് ശേഷം എല്ലാ ദിവസവും ഒരു കുട്ടി മലയാള പ്രസംഗം നടത്തും. അസറിന് ശേഷം ഭാഷാ പ്രസംഗം, ഇംഗ്ലീഷ്, അറബി, ഉറുദു. നൈറ്റിൽ എഡിറ്റോറിയൽ സ്പീച്ച് ഡെയിലി അതങ്ങനെ നടക്കുന്നുണ്ട്. പുറമെ സമാജങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ അറബി, ഉറുദു മാഗസിൻസുകൾ, ഇംഗ്ലീഷ് മാഗസിൻസുകൾ പുറത്തിറക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മളിവിടെ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഒരു ഭാഷാ ക്ലബ്ബ് ഉണ്ട്. അതായത് ഒരു 11:55 to 12:15 വരെ ഡെയിലി ഒരു വീക്ക് ഉറുദു ആണെങ്കിൽ നെക്സ്റ്റ് വീക്ക് അറബി ആയിരിക്കും, അത് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ആയിരിക്കും. അപ്പോൾ കുട്ടികൾ പറഞ്ഞ് സംസാരിച്ച് പഠിക്കുന്ന ഒരു രീതി ആ സമയത്ത് കൊടുക്കുന്നുണ്ട്, പ്രാക്ടിക്കലായി പഠിക്കുന്നു. പിന്നെ ഇൻഷാ അല്ലാഹ് ഇംഗ്ലീഷ്, അറബി, ഉറുദു, മലയാളം ഈ 4 ഭാഷ അനായാസം കൈകാര്യം ചെയ്യാൻ നമ്മൾ ആ കുട്ടികളെ പ്രാപ്തരാക്കും ഇൻഷാ അല്ലാഹ്. പിന്നെ ലാസ്റ്റ് 2 ഇയർ ഫ്രഞ്ച്, സ്പാനിഷ് 2 ബേസിക് ക്ലാസ്സുകൾ കൊടുക്കും. പിന്നെ ഇവിടെ മോട്ടിവേഷൻ ക്ലാസ്സുകളും മൂലം എല്ലാ ക്ലാസ്സുകളും ഓൾറെഡി ഇവിടെ നടക്കുന്നത്. കുട്ടികൾക്കുള്ള പിന്നെ മതപഠനം അല്ല എന്താ പറയുക ഭൗതിക പഠനം ഇവിടെയാണ്. അതെ അതെ, ആഫിൽ കുട്ടികൾ ഇപ്പോൾ ഓൾറെഡി ഭൗതിക പഠനം ഇവിടെയാണ് ആഴ്ചയിൽ ഒരു ദിവസം വന്നത്. അത് തന്നെ അവർക്ക് ഇംഗ്ലീഷ്, ഹിന്ദി. പിന്നെ നമ്മൾ ഖിറാത്ത് എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഓൾറെഡി നമ്മൾ കുട്ടികളെ ഖിറാത്ത് കേട്ടപ്പോൾ മനസ്സിലായിട്ടോ, നല്ല തജ്വീദ്, നല്ല ഖിറാത്തിലാണ് കുട്ടികൾ പഠിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 7 തരം ഖിറാത്തുകൾ നമ്മളിവിടെ നൽകും. നുസ്രത്തുൽ ഇസ്ലാം അറബിക് കോളേജ് ഒളവട്ടൂർ ഇൻഷാ അല്ലാഹ്. ഇതിൽ 12-13 കുട്ടികൾ വന്നിട്ട് നമ്മൾ ആ കുട്ടികളെ തർബിയത്ത് ചെയ്യാം. അത് ഒരു ബുക്കുണ്ട് അവർക്ക്, മെൻ്റർമെൻ്റ് എന്ന് പറഞ്ഞൊരു ബുക്ക് തന്നെ ഉണ്ട്. അപ്പോൾ അതിൽ ഒരു മന്ത്ലി ഒരു കുട്ടി ഒരു ബുക്ക് റീഡ് ചെയ്യണം. പിന്നെ അവൻ്റെ സ്വഭാവം, സംസ്കാരം, അവൻ്റെ എല്ലാ വിഷയങ്ങളിലും ഒരു കോളേജിലെ ഒരു പാരൻ്റായിട്ട് ഉസ്താദ് ഇടപെടുന്ന ഒരു സിസ്റ്റം. അപ്പോൾ അവരെ
ആത്മീയപരമായി അവർ സലാത്ത് ചൊല്ലി അങ്ങനെയൊക്കെ അവരെ ആത്മീയപരമായി വളർത്തുന്ന ഒരു മെൻറ്റർ നാസിർ മൻസൂർ എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു വീക്കിൽ തിങ്കളാഴ്ച വൈകുന്നേരം ആ കുട്ടികളെ കൂട്ടി ഒരു മീറ്റിംഗ് കൂടി ഓരോ കുടുംബ വിശേഷങ്ങൾ കാര്യങ്ങൾ അങ്ങനെ എല്ലാം അന്വേഷിച്ചിട്ട് ഫ്രണ്ട്ലി ആയിട്ടാണ് ക്യാമ്പസിൽ കുട്ടികൾ പോകുന്നത്. മുന്നോട്ട് പോകും. അതേപോലെ ചെറിയ രീതിയിൽ എക്സസൈസും കാര്യങ്ങളും ഒക്കെ നമ്മൾ കോളേജിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ്. പിന്നെ നാട്ടുകാർ നല്ല സപ്പോർട്ടുള്ള ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഇവർ എല്ലാവരും ഭൗതികം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ തന്നെ ഹൈസ്കൂള് +1 +2 അതിന് എയ്ഡഡ് അൺഎയ്ഡഡ് എല്ലാ സിസ്റ്റവും ഉണ്ട്. അപ്പം നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് സ്ഥാപനം പോകുന്നുണ്ട്. നുസ്രത്തുൽ ഇസ്ലാം അറബി കോളേജ് വളവട്ടൂരിനെ കുറിച്ച് വിശേഷങ്ങളാണ് കേട്ടത്. മക്കളെ കണ്ടു, മക്കളെ വിശേഷങ്ങളൊക്കെ മനസ്സിലാക്കി. മാഷാ അല്ലാഹ്, ഇനിയും സ്ഥാപനവും ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളും പിന്നെ ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ. ഞാൻ എല്ലാ മക്കളെ കാര്യത്തിലും പറയുന്ന പോലെ തന്നെ ദുനിയാവിനും ആഖിറത്തിനും ഉപകരിക്കുന്ന മക്കളായിട്ട് മാതാപിതാക്കളും നാടിനും സമൂഹത്തിനും ആക്കി തീർക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.